സാറേ കെയർ ചെയ്ത് വിട്ടേ പ്രശ്നമാണ്. അവിടെ മുതൽ ഒരു നിവർത്തിയില്ല സാർ. യാത്രക്കാരെ നിൽക്കാൻ സമ്മതിക്കില്ല, അവൻ നമ്മളെ പോകാൻ സമ്മതിക്കുന്നില്ല. രണ്ടുപേരും ഉണ്ട് സാറേ, രണ്ടുപേരും ഉണ്ട്. വന്ന് കയറി തൊട്ട് ചീത്ത വിളിയും ബഹളവും. ആർക്കും വന്ന് കയറി തൊട്ടേ ചീത്ത വിളിയും ബഹളമാണ് ആള്. വേറെ അവന്റെ പേരെന്തൊരു സോണി എന്നുള്ള ഒരു മുട്ടത്തലയുണ്ട് ബാഗിൽ. കോട്ടയത്തിന് 1/2 മണിക്കൂർ 1 മണിക്കൂർ അവിടെ കാരണം വണ്ടി നിർത്തിയിടേണ്ടി വന്നു. വേറെ ഫോൺ കയ്യിൽ വെച്ച് അവന്റെ ഫോൺ പാക്കറ്റ് വെച്ചാലേ അവൻ സമ്മതിക്കുള്ളൂ. മറ്റൊന്ന് ബാക്കിലുണ്ട്. ഇനി 2 പേരെന്തോ ഉണ്ട് ബാക്കിൽ. കണ്ടക്ടർ അല്ലേ ഞങ്ങളെ കൊണ്ട് തന്നെ കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ പറയണ്ടല്ലേ, യാത്രക്കാർ പറയുന്നില്ലേ? ഞാൻ പറയുന്നില്ല കംപ്ലൈന്റ് ഒന്നും, യാത്രക്കാർ പറയുന്നില്ലേ? കേട്ടോ കംപ്ലൈന്റ് നമ്മള് മദ്യപിച്ചിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കിയ ഇവർ രണ്ടുപേരുടെ പ്രശ്നക്കാരെ. ഈ പുള്ളിയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ആദ്യം തൊട്ട് വന്ന തൊട്ടേ ചീത്തവിളിയാണ്. ഇവർ രണ്ടുപേരല്ല, ഈ പുള്ളിക്കാരാണ് ഇത്രയും പ്രശ്നം. എന്തുമാത്രം ചീത്ത വിളിച്ചു ഇവിടെ കിടന്ന് വണ്ടിക്കകത്ത്. ഇത്രയും ഫാമിലി ആൾക്കാരില്ല. ഇത്രയും ഞാൻ എന്റെ ഭാര്യ എന്റെ കൊച്ചിനെ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ. കണ്ടക്ടറേ ഒരു പരാതി ഇരിക്കും പെട്ടെന്ന് പറഞ്ഞ ഒരു പരാതി സാറ് നോക്കി എഴുതാവുള്ളേ. ഞാനുണ്ടോന്ന് നോക്കിയിട്ട് പറയാവുള്ളൂ. ഞാനവിടെ മര്യാദയ്ക്കുള്ള പുറകെ ഇരിക്കുമായിരുന്നു. ഇവനാണ് പ്രശ്നക്കാർ. ബാക്കി ആരും അവരെ കൊണ്ട് വേറെ ശല്യമൊന്നുമില്ല. ഇവനാണ് ഇത്രയും പ്രശ്നം ഉണ്ടായി. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഡ്രൈവറിന്റെ സീറ്റിന്റെ അടുത്ത് വന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നീ എന്തിനാണ് ചീത്ത വിളിക്കണ? വണ്ടി കയറി ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നത് എന്തിനാണ്? നീ മറ്റേ കണ്ണാടി വെച്ച ആ പുള്ളിയെ കുറെ തെറി വിളിച്ച. അവര് റിസർവേഷൻ ബുക്ക് ചെയ്ത് ആളെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇത്രയും പേര് ബസ് ഇരിക്കണം. അപ്പം വേറെ ആർക്കും ഒരു പ്രശ്നമില്ല. ഇപ്പൊ എന്തിനാണ് ഡ്രൈവർ ഇപ്പം വിളിച്ചെന്തിനാണ് പോലീസില്ല? നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. എനിക്കൊന്ന് പറയാനുണ്ട്. ഞാനിരുന്ന സീറ്റിൽ മൂത്രം ഒഴിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തെ ഇദ്ദേഹം കയറി എന്റെ ബാഗ് മാറ്റി വെച്ചു. റിസർവേഷൻ സീറ്റ്. ഞാൻ കൊട്ടാരക്കര റിസർവ് സീറ്റാണ്. താങ്കൾക്ക് തെളിവ് കാണിക്കുന്നത്. ഇത് ഇത്രയും പാസഞ്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് കണ്ടക്ടർ വരട്ടെ, സാറ് വരട്ടെ എന്നെല്ലാം പറഞ്ഞോണ്ട് നിൽക്കുവാണ്. നീ കുമളി പോകണ്ട കേട്ടോ. നീ കുമളി പോകണ്ട. സാറേ പുള്ളിക്കാരൻ ഇനി കയറി കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും, ഉറപ്പാണ്. എന്തെങ്കിലും ചെയ്യും. ഇപ്പോഴും ഡ്രൈവറിന്റെ സീറ്റിന്റെ അവിടെ നിന്നാണ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. നിങ്ങള് പരാതി കാഞ്ഞിരപ്പള്ളി സ്റ്റേഷനിലോട്ട് പോരെ കേട്ടോ. ഇത്രയും ആൾക്കാർ കയറാണ്. ഇത്രയും ജനമില്ലടാ. അവർക്കൊക്കെ പലയിടത്ത് പോകണ്ടടാ. വെള്ളം ഉപയോഗിച്ച് നീ പോകണ്ട. നീ പോകാൻ വേണ്ടി കയറിയാനല്ല, നീ ആരെക്കൊണ്ടാക്കും കയറി. ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ വീട് ഇവിടെ വണ്ടി കയറാം. നമ്മൾക്ക് പോകാനൊക്കെ വണ്ടി കയറാം. ആൾക്കാർ പരാതിക്കാരുണ്ടോ? മനസ്സിലായോ? ഈ വണ്ടി ആയിരുന്നു ഇത്രയും പേർക്ക് ബുദ്ധിമുട്ടുണ്ടായോണ്ടല്ലേ കൊണ്ട് ശല്യമുണ്ടോ ആൾക്കാർ? ഇല്ല വേറെ രണ്ടുപേരെ കൊണ്ട് ഒരു ശല്യമില്ല. ഈ പുള്ളി കൊണ്ട് മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. കലക്ടർ പരാതി ഇടട്ടെ. സ്റ്റേഷന്റെ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തണം. കേസ് എടുക്കാം. വണ്ടി കയറിക്കോ. ഒരു ഏതായാലും നിങ്ങൾ ഇത്ര 5 മിനിറ്റോടെ സഹിക്കണം കേട്ടോ.